ഓരോ വർഷവും ആണ്ടുബലിയുടെ ചടങ്ങ് അടുത്തെത്തുമ്പോ അമ്മ ഇങ്ങനെയാണത്ര. കുറെ ദിവസം ആരോടും മിണ്ടാതെ മുറി തന്നെ ഇരിക്കും. നമുക്ക് ആ ചടങ്ങ് നടത്തണം അമ്മ. അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ദുരൂഹതകളുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. അല്ലാതെ എന്ത് ചെയ്താലും ഫലം കാണില്ല. അതിവിടെ ആരും സ്വന്തമായി ഒന്നും പറയുന്നില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാനോ അമ്മു? അച്ഛന്റെ ഫോട്ടോ കാണുമ്പോ കവിതേച്ചി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ വിഷയങ്ങൾ സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ആ ഫോട്ടോ എടുത്ത് കവിതേച്ചി നിലത്തെറിയില്ലായിരുന്നു. നീ പറഞ്ഞത് കറക്റ്റാ അമ്മു. നമുക്ക് ഏത് വഴിയിലൂടെ പോയാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്താ ചേച്ചി, എന്താ വല്ല വഴി നിന്റെ മനസ്സിൽ തെളിഞ്ഞോ? ചേച്ചി, ഈ ചെടി അദ്ദേഹത്തിന് കൊടുത്തത് ഒരു വക്കീല. അയാൾ അച്ഛന്റെ ഒരു പഴയകാല സുഹൃത്തുവാ. അവര് തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നത്ര. സഞ്ജു എന്നോട് ഇതേപ്പറ്റി പറഞ്ഞതാ. നമുക്ക് ആദ്യം വക്കീലിനെ തേടിപ്പോ. അയാളുടെ പേരും വിലാസവും ചേച്ചിക്ക് അറിയോ? അത് മനസ്സിലാക്കാനാണോ പ്രയാസം? നീ വന്ന്. എന്താ സ്വാതി? സഞ്ജു ഓഫീസിലാണോ? അല്ല, മനു ഒരു പ്രോപ്പർട്ടി നോക്കാൻ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നീ എന്താ വിളിച്ചത്? എന്തെങ്കിലും കാര്യമുണ്ടോ? സഞ്ജുവിന് അച്ഛന്റെ ഓർമ്മയ്ക്കായി ഒരു വക്കീല് ചെടി തന്ന കാര്യം പറഞ്ഞില്ലേ? ആ അതെ, ശർമാജി. അദ്ദേഹം തന്ന ആ ചെടിയല്ലേ അമ്മ ടെറസിൽ നട്ടിരിക്കുന്നത്? ശർമാജിയുടെ വീട്ടില് വേറെയും ചെടികളുണ്ടോ? ശർമാജിക്ക് നല്ലൊരു ഗാർഡൻ തന്നെയുണ്ട്. എനിക്ക് ശർമാജിയുടെ വീട് വരെ ഒന്ന് പോണം സഞ്ജു. കുറച്ച് ചെടികൾ വാങ്ങണം. ശർമാജിയുടെ ഫോൺ നമ്പർ സഞ്ജു ഒന്ന് പേണേ. ചെടികൾ വാങ്ങാനാണെങ്കിൽ വല്ല നഴ്സറിയിലും പോയാൽ പോരെ? അതല്ലേ നല്ലത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല്, സഞ്ജുന് മനസ്സിലായില്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ചെടികളിൽ പലതും ആ വക്കീല് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു. നമ്മുടെ ചെടികള് കുറച്ചെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്നൊരാഗ്രഹം എനിക്ക് തോന്നി. അത് തെറ്റാണോ? ഹേയ്, ഒരു തെറ്റുമില്ല. നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കാൻ ഭാവി മരുമകൾ ശ്രമിച്ചാ അത് നിരുത്സാഹപ്പെടുത്താൻ പാടുണ്ടോ? എനിക്ക് ആ വക്കീലിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ലൊക്കേഷനും ഒന്ന് അയച്ചേക്കോ? ആ, ഞാൻ ഇപ്പൊ തന്നെ അത് മെസ്സേജ് ചെയ്യാം. വക്കീലിനെ വിളിച്ച് നീ വരുന്ന വിവരം പറയാം. താങ്ക് യു സഞ്ജു. ഗാർഡനിങ്ങിൽ താല്പര്യമില്ലാത്ത സ്വാതി എന്തിനായിരിക്കും വക്കീലിന്റെ വീട് അന്വേഷിക്കുന്നത്? ഇനി അടുത്ത കൊടുങ്കാറ്റ് കെട്ടഴിച്ച് വിടാനുള്ള പുറപ്പാടിലാണോ സ്വാതി? അച്ഛന്റെ കഥകളൊക്കെ അറിയാവുന്ന ആത്മമിത്രവാ അഡ്വക്കേറ്റ് ശർമാജി. എന്തായാലും അഡ്രസ്സ് അയച്ചു കൊടുത്തേക്കാം. വക്കീലിന്റെ ഫോൺ നമ്പർ വന്നിട്ടുണ്ട്. അഡ്രസ് കിട്ടിയതല്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ചേച്ചി പോയിട്ട് വാ. എനിക്കിവിടെ കുറച്ച് ജോലികൾ കൂടിയുണ്ട്. കാവരിച്ചിച്ച് സുഖമില്ലാതെ കിടക്കുക. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ആ ഡ്രസ്സൊന്ന് മാറിയിട്ട് പോയി ചേച്ചി. വാതിലടച്ചിരിക്കുവാണല്ലോ. അപ്പോ സാർ ഗാർഡനിലുണ്ടാവും.
ശർമാജി സാറല്ലേ? ആ അതെ. ഞാൻ സ്വാതി. ആ സഞ്ജു വിളിച്ചിരുന്നു. സഞ്ജു എന്നെ വിളിച്ചിരുന്നു. കുമാരേ, ഇത് ഓഫ് ചെയ്തേക്ക്. ബിന്ദു, ആ സ്വാതി ഇരിക്കെ. ഇയാളെ ബിന്ദുവിന് മനസ്സിലായോ? പ്രഭാചന്ദ്രന്റെ മകളാ സ്വാതി. ആ ഇപ്പൊ മനസ്സിലായി. സഞ്ജു വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി. നമ്മൾ എൻഗേജ്മെന്റിന് പോയതല്ലേ, അതുകൊണ്ടാ എവിടെ കണ്ടു മറന്ന പോലെ തോന്നിയത്. എന്താ മോളെ ഈ വഴി? ബിന്ദു, മുകുന്ദന്റെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞ് സഞ്ജുവിന് ഞാനൊരു ഡാലിയ ചെടി കൊടുത്തില്ലേ? ആ മംഗലശ്ശേരിയിൽ നിന്ന് ഞാൻ പലപ്പോഴായി കൊണ്ടുവന്ന ചെടികള് ഇവിടെയുള്ളത് തിരിച്ചു പിടിക്കാനാ സ്വാതി വന്നിരിക്കുന്നത്. ഇദ്ദേഹം അങ്ങനെയാ മോളെ, ചെടി എവിടെ കണ്ടാലും ചോദിച്ചു വാങ്ങും. ശർമാജി വക്കീലിന് ഫീസിന് പകരം ചെടി കൊടുത്താൽ മതിയെന്നൊരു തമാശ കഥയും കൂട്ടുകാർ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. താൻ ചായ എടുക്കടോ. ആ ഒന്നും വേണ്ട സർ. അത് പറഞ്ഞാ പറ്റില്ല. സഞ്ജു ഞങ്ങൾക്ക് മോനെ പോലെയാ. ഞങ്ങളുടെ മോന്റെ പ്രായമാ സഞ്ജുവിന്. അഭിലാഷ് എന്നാ അവന്റെ പേര്. അവൻ ഓസ്ട്രേലിയയില. ഇവിടെ ഇപ്പൊ ഞാനുള്ളൂ മാത്രമേ ഉള്ളൂ. ചെറുപ്പം മുതലേ ഉള്ള എന്റെ ഒരു ഹോബിയാ ഗാർഡനിങ്. സാറിനോട് തുറന്നു പറയാലോ, എനിക്ക് ഗാർഡനിങ് ഒരു താല്പര്യമില്ല. പിന്നെ പൂക്കള് കണ്ട ഭംഗി ആസ്വദിക്കാന്ന് മാത്രം. അപ്പോ മോള് വന്നത്? പറയാം. എന്റെ വരവിന്റെ ഉദ്ദേശം സഞ്ജുവിന് അറിയില്ല. ഞാൻ സാറിനെ കാണാൻ വന്നത് സാറിന്റെ ആത്മമിത്രമായിരുന്ന സഞ്ജുവിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ അറിയാനാ. ഇപ്പൊ എന്താ അങ്ങനെ ഒരു ചിന്ത വരാൻ? ഞാൻ പറയാം സർ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഈ ഫോട്ടോ ഇവിടെ വെക്കാൻ പാടില്ലെന്ന്? ഇവിടെ വേണ്ടാത്ത ഒന്നും വെച്ചേക്കണ്ട. സാറിന് പല കാര്യങ്ങളും അറിയാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അച്ഛന്റെ ആണ്ടുബലി നടത്തണം. മോൾക്ക് തോന്നിയ മനസ്സിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. സഞ്ജുവിന് ദൈവവിശ്വാസം തീരെയില്ല. അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ മോള് ശ്രമിക്കണം. ആ ചടങ്ങ് നടത്തണം ആന്റി. അച്ഛന് സഹോദരിമാർ ഇത്രയ്ക്ക് വെറുക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയണം. ബിന്ദു, ചെന്നാ പഴയ ഡയറി എടുത്തിട്ട് വാ. അത് ഉപകാരപ്പെടില്ല എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്തായി? അവകാശം വന്നില്ലേ? മുകുന്ദൻ മരിക്കുന്നതിന്റെ തലേദിവസം ഇവിടെ വന്നിരുന്നു. ഒരു ഡയറി എന്നെ ഏൽപ്പിച്ചു. താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്നൊരു തോന്നൽ മുകുന്ദനുണ്ടായിരുന്നു. ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും മരണം വന്നാൽ ആർക്കും തടയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. എന്നെങ്കിലും എൻ്റെ മോൻ അച്ഛനെപ്പറ്റി അന്വേഷണമായി വന്നാൽ ഡയറി അവന് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സഞ്ജു വളർന്നിട്ടും അതിലൊരു താല്പര്യം കാണിച്ചില്ല. അവന്റെ മനസ്സിനെ കുത്തിനോവിക്കണ്ടെന്ന് കരുതി ഡയറി കൈമാറാൻ ഞാനും തയ്യാറായില്ല. അവൻ സ്നേഹിക്കുന്ന അവന്റെ ബന്ധുക്കളെക്കുറിച്ചുള്ള പരാമർശം അതിലുണ്ട്. മുകുന്ദന്റെ കണക്കൂട്ടലൊന്നും പിഴച്ചുപോയില്ല. എനിക്കതിൽ സന്തോഷമുണ്ട്. 27 വർഷമായി ഞാൻ ഈ ഡയറി സൂക്ഷിക്കുന്നു. ഇനിത് സൂക്ഷിക്കേണ്ടത് മോളാ. അച്ഛന്റെ ജീവൻ എടുത്തത് ആരാണെന്ന് സാറിനറിയോ? എന്തെങ്കിലും സൂചന അച്ഛൻ തന്നിരുന്നോ? ഇല്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരെ അഴിച്ചുവിടുവോ? മരിക്കുന്നതിന് മുമ്പ് മുകുന്ദേട്ടൻ മാണിക്യമംഗലം എന്നൊരു തറവാട് വാങ്ങിയിരുന്നു. അതൊന്ന് പറഞ്ഞു കൊടുക്ക്. അങ്ങനൊരു പ്രോപ്പർട്ടി ഉള്ള കാര്യം സഞ്ജുവിനറിയാം. അത് വിൽക്കരുതെന്നും അതിൻ്റെ ശരിക്കുള്ള അവകാശി വരുമ്പോൾ ഹാൻഡ് ഓവർ ചെയ്യണമെന്നും മുകുന്ദൻ പറഞ്ഞിരുന്നു. അതുമായി മരണത്തിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആ വീട്ടിൽ 2 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ഒരച്ഛനും മകനും.
അച്ഛൻ താന്ത്രിക വിദ്യ അറിയുന്ന ആളായിരുന്നത്രേ. അയാൾ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് മരിച്ചത്. അതിന്റെ ശാപം കൊണ്ടായിരിക്കണം മുകുന്ദേട്ടന് മരണം സംഭവിച്ചത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഈ ഡയറി ഒന്ന് വായിച്ചു നോക്കട്ടെ. താങ്ക് യു സർ. പോട്ടെ ആന്റി. ശരി മോളെ. വല്ല കുഴപ്പങ്ങളും വരൂ. എന്തു വരാനാ? മുകുന്ദന്റെ ബലി നടന്നുവെന്ന് കണ്ടാൽ മതി. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവൾക്ക് കഴിയും. നാളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ്. ദേവി ഇപ്പോഴും ഇരുമനസ്സുമായാണ് നിൽക്കുന്നത്. നാളെ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. എങ്ങനെയും ദേവിയെ ക്ഷേത്രത്തിലെത്തിക്കണം. അവളെ സമ്മതിപ്പിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവരാൻ ഏറെ പണിപ്പെട്ടു. എൻ്റെ ജീവിതത്തിലെ ആ സുവർണ ദിവസം ഇന്നായിരുന്നു. ദേവിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. അവൾ എൻ്റെ ജീവിത സഖിയായി. എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും ഒരു പുരുഷൻ പൂർണ്ണമായി വിജയിക്കുന്നത് പ്രണയിച്ച പെണ്ണിനെ തൻ്റേതാക്കുമ്പോഴാണ്. അതാണ് പുരുഷൻ നേടുന്ന ഏറ്റവും വലിയ വിജയം. ഇത് തന്നെയാണോ അച്ഛൻ്റെ മോനും കരുതുന്നത്? അച്ഛൻ ഏകപക്ഷീയമായി എടുത്ത മാറ്റ കല്യാണത്തിന് ബലിയാടാവാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛൻ്റെ ആവശ്യം ശിരസ വഹിക്കുകയാണോ? വാക്ക് കൊടുത്ത പെണ്ണിനെ കൈവിട്ട് കളയുവാണോ വേണ്ട എന്ന ചോദ്യത്തിന് എനിക്കൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹിച്ച പെണ്ണ്. ഞാനൊരു പെണ്ണിനെ വാക്ക് കൊടുത്തു പോയച്ചാ. ഒരു അനാഥയാണ് അവൾ. എങ്ങനെ ഞാൻ അവളെ കൈവിടുവച്ച? അച്ഛനോട് പറയാനുള്ള ധൈര്യം എനിക്കില്ലാണ്ടായി. മാപ്പ്. കാഞ്ചന വീട് വിട്ടുപോയി. അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. അവൾ എൻ്റെ അനിയത്തിയല്ലേ. കവിത ഹോസ്പിറ്റലിലാണ്. എന്നോട് അങ്ങോട്ട് ചെല്ലരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എന്താ അവളുടെ പ്രശ്നമെന്നറിയില്ല. കവിത പുതിയ കോഴ്സിന് ചേർന്നു. അമ്മയ്ക്കുണ്ടായിരുന്ന ദേഷ്യം മാറി വരുന്നുണ്ട്. എനിക്കൊരു മകൻ പിറന്നു. അവന് സഞ്ജയ് എന്ന് പേരിട്ടു. കവിതയെ വിവാഹം ചെയ്യാനിരുന്ന പയ്യന്റെ തറവാട് ഞാൻ വാങ്ങി. അതിനൊരു അവകാശി വന്നാൽ എനിക്കത് തിരിച്ചു കൊടുക്കണം. ഒക്ടോബർ 22. എൻ്റെ നേരെ ഒരു വധശ്രമം നടന്നു. ആളെ വ്യക്തമായി കണ്ടു. പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ. മോനെ, നീ അമ്മയെ നന്നായി നോക്കണം. അച്ഛൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകരുത്. കാഞ്ചനയെ തിരിച്ചു കൊണ്ടുവരണം. സ്നേഹം കൊണ്ട് കവിതയെ മാറ്റിയെടുക്കണം.
മംഗലശ്ശേരിയെ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അച്ഛന്റെ മനസ്സറിഞ്ഞ മകൻ. തൽക്കാലം ആരോടും ഇപ്പൊ ഡയറിയുടെ കാര്യം പറയണ്ട. കുറച്ചുകൂടി വ്യക്തത വരുത്താനുണ്ട്. എന്നിട്ട് പുറത്ത് കാണിക്കാം. നീ എന്നെ പൊള്ളിക്കാനാണോ പോകുന്നത്? എന്റെ മുത്തശ്ശ, ഇതൊരു ചൂടാണോ? നീ നിന്റെ ദേഹത്ത് വെച്ച് നോക്ക്, വിവരം അറിയും. ഇത്രയും ചൂടുണ്ടെങ്കിലേ ആവി പിടിച്ചിട്ട് കാര്യമുള്ളൂ. കുട്ടികളെ പോലെ ചിണുങ്ങാതെ മിണ്ടാതിരുന്നോണേ. മിണ്ടാതിരിക്കാനല്ലേ പറ്റൂ, അല്ലെങ്കിൽ നീ എന്നെ പൊള്ളിക്കില്ലേ? എന്റെ മുത്തച്ഛനെ ഞാൻ പൊള്ളിക്കോ? എന്റെ മോളുടെ ദേഷ്യം കാണാൻ മുത്തശ്ശൻ വെറുതെ പറഞ്ഞതല്ലേ. അങ്ങനെ മതിയാക്കാനൊന്നും പറ്റത്തില്ല. മുത്തശ്ശന് ഞാനേ വിട്ടിട്ട് വേണ്ടേ? എന്താണ് മുത്തശ്ശനും മോളും വഴക്കിലാണോ? ഒരു വഴക്കും ഇല്ല മോളെ. നിന്റെ അനിയത്തിക്ക് കുസൃതി ഇത്തിരി കൂടുതലാ. അവൾക്ക് മുത്തശ്ശനോടല്ലേ കുസൃതി കാണിക്കാൻ പറ്റൂ? എന്തോ പറയാനുള്ള വരവാണെന്ന് തോന്നുന്നല്ലോ. മുത്തശ്ശന് എങ്ങനെ മനസ്സിലായി? നീ എന്റെ കൊച്ചുമോളല്ലേ, പറ. പറഞ്ഞു. മുത്തശ്ശ, എനിക്കൊരു സംശയമുണ്ട്. ആത്മഹത്യ ചെയ്യുന്നത് ദുർമരണമായിട്ടല്ലേ കണക്കാക്കുന്നത്? അതെ. എന്താ ഇങ്ങനെയൊരു ചോദ്യം? ശത്രുത തോന്നുന്നവരെ ഇല്ലാതാക്കാൻ താന്ത്രിക ക്രിയ ചെയ്താണ് ആത്മഹത്യ ചെയ്യുന്നെങ്കിലോ? നീ എന്തൊക്കെയാ കുട്ടി ചോദിക്കുന്നത്? ഇതൊന്നും നീ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല. ചോദിക്കാൻ വേറെന്തൊക്കെയുണ്ട്? എനിക്കറിയണം മുത്തശ്ശ. ആർക്കു വേണ്ടിയാ നിന്റെ ഈ സംശയം? എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചതാ. അവളുടെ കുടുംബത്തില് ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നിന്റെ മുത്തശ്ശൻ അറിവുള്ള ആളല്ലേ, മുത്തശ്ശനോട് ചോദിക്കാമോ എന്ന് അവൾ എന്നോട് പറഞ്ഞു. ശ്രീദേവി മുകുന്ദന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന വിവരം ഇവൾ മനസ്സിലാക്കിയതുപോലെ മറ്റ് രഹസ്യവും ഇവൾ മനസ്സിലാക്കിയിരിക്കുന്നു. എന്താ മുത്തശ്ശനൊന്നും മിണ്ടാത്തത്? നീ പറഞ്ഞത് കൂട്ടുകാരുടെ കാര്യമോ അതോ നമ്മുടെ തന്നെ കുടുംബകാര്യമോ? മുത്തശ്ശനത് മനസ്സിലായില്ലേ? നീ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു മോളെ? സഞ്ജുവിന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തായ ശർമാജി വക്കീലിനെ കാണാൻ ഞാൻ പോയിരുന്നു. താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്നൊരു തോന്നൽ മുകുന്ദനുണ്ടായിരുന്നു. ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും മരണം വന്നാൽ ആർക്കും തടയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. എന്തിനാ മോളെ നീ ഇതിന്റെ പിന്നാലെ പോയത്? ഞാനല്ലാതെ പിന്നെ ആരാ മുത്തശ്ശ പോകേണ്ടത്? മുത്തശ്ശനൊന്നും മറച്ചു വെക്കണ്ട മോളെ. ഈ കുടുംബത്തെ ഗ്രസിച്ച പാപവും അത് തന്നെയാ. അതിനൊരു പരിഹാരവും കാണുന്നില്ല. എന്റെ പേരക്കുട്ടികൾ അതിനു പിന്നാലെ പോയി. എന്തെങ്കിലും സംഭവിച്ചു പോയാ എനിക്കത് താങ്ങാനാവില്ല. മകന്റെ മരണം കണ്ട ഹതഭാഗ്യനെ ഒരച്ഛനാണ് ഞാൻ. നമ്മുടെ കുടുംബത്തിനൊരു ദോഷം വന്നാൽ നമ്മൾ നേരിടുക തന്നെ വേണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. നമ്മള് ആരെയും ഭയക്കണ്ടേ? മോളെ വേണ്ട. മുത്തശ്ശൻ ധൈര്യമായിട്ടിരിക്കും. എല്ലാ പ്രശ്നങ്ങളും മുത്തശ്ശന്റെ പേരക്കുട്ടികൾ തന്നെ ഇല്ലാതാക്കും.